ഹായ് സ്റ്റുഡൻസ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കെമിസ്ട്രിയുടെ 5ാമത്തെ യൂണിറ്റ് ആയ കൊളോയിഡ്സ് എന്നുള്ള ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കൊളോയിഡ്സ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. കെമിസ്ട്രിയിൽ ഈ 4, 5, 6 അങ്ങനത്തെ യൂണിറ്റുകളൊക്കെ വളരെ ചെറിയ യൂണിറ്റുകളാണ്, പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റുകളുമാണ് കേട്ടോ. ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുണ്ട്. അപ്പൊ നമുക്ക് കൊളോയിഡ്സിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് കൊളോയിഡ്സിന്റെ ഡെഫിനിഷൻ, പ്രോപ്പർട്ടീസ്, അതാണ് മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സ്, അതുപോലെ ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ഒരു ചെറിയൊരു പോർഷന് നമുക്ക് അതും പഠിക്കാനുണ്ട്. മെയിൻ ആയിട്ട് കൊളോയിഡ്സ് എന്താണ്, അതിന്റെ പ്രോപ്പർട്ടീസും ഡെഫിനിഷനും ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആകെ ഇത്ര ടോപ്പിക്കേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ ചെറിയ ചാപ്റ്റർ ആണ്, അതുപോലെ പെട്ടെന്ന് പഠിച്ചെടുക്കാനും പറ്റും. നിങ്ങൾ ജസ്റ്റ് ഒരു 1-2 തവണ വായിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് പതിയുന്ന ടൈപ്പാണ്. ഇതിൽ അങ്ങനെ പ്രോബ്ലം റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, ഒക്കെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കുള്ളൂ. സോ നമുക്ക് ഇന്നത്തെ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് കൊളോയിഡ്സ് എന്താണെന്ന് അറിയണം. കൊളോയിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സസ്പെൻഷൻ ആൻഡ് ട്രൂ സൊല്യൂഷൻ, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ സൊല്യൂഷൻ പഠിച്ചപ്പം അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സസ്പെൻഷൻ എന്താണ്, അതുപോലെ ട്രൂ സൊല്യൂഷൻ എന്താണെന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. സോ ഇതിന്റെ ഇടയിലുള്ള ഒരു സ്റ്റേറ്റ് ആണ് കൊളോയിഡ്സ് എന്ന് പറയുന്നത്. So colloids is an intermediate between the true solution and suspension എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ നോക്കുക, കൊളോയിഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹെട്രോജീനിയസ് സിസ്റ്റം ആണ്. ഓർത്തിരിക്കണം, സൊല്യൂഷൻ എന്നുള്ളത് ഒരു ഹോമോജീനിയസ് സിസ്റ്റം ആയിരുന്നു. കൊളോയിഡ്സ് എന്ന് പറയുന്നത് ഒരു ഹെട്രോജീനിയസ് സിസ്റ്റം ആണ്, in which one substance is dispersed as very fine particles in another substance. അതായത് ഒരു സബ്സ്റ്റൻസ് വേറൊരു സബ്സ്റ്റൻസിൽ ഡിസ്പേഴ്സ് ആയിട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്. അതായത് സൊല്യൂഷനിലെ പോലെ പാർട്ടിക്കിൾസ് കംപ്ലീറ്റ്ലി ഡിസോൾവ് ആവില്ല. ഓക്കെ, സസ്പെൻഷൻ പോലെ പാർട്ടിക്കിൾസ് എന്താവില്ല, സെറ്റിൽ ആവൂല. ഇതിന്റെ ഇടയിലുള്ള ഒരു സ്റ്റേറ്റ് ഈ കൊളോയിഡ്സ് എന്ന് പറഞ്ഞാൽ അതിൽ പാർട്ടിക്കിൾസ് എപ്പോഴും കണ്ടിന്യൂസ് മോഷനിലായിരിക്കും ഉണ്ടാവുക. പാർട്ടിക്കിൾസ് എങ്ങനെയായിരിക്കും, റെസ്റ്റ്ലെസ് ആയിട്ട് ആ ഒരു സിസ്റ്റത്തിൽ തന്നെ നിൽക്കും. അപ്പോൾ ഒരു ഡിസ്പേഴ്സ്ഡ് മീഡിയത്തിൽ ഡിസ്പേഴ്സ് ആയിട്ട് നിൽക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ എന്താണ് ഒരു ഡിസ്പേർഷൻ മീഡിയം അല്ലെങ്കിൽ ഒരു ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറഞ്ഞാൽ, the substances which are dispersed in the solution are called dispersed phase. എന്താണ് ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറഞ്ഞാൽ, ഏത് സബ്സ്റ്റൻസ് ആണോ സൊല്യൂഷനിൽ ഡിസ്പേഴ്സ് ആയിട്ടിരിക്കുന്നത് ആ സബ്സ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്നതാണ് ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന്. ഇനി ഏത് സൊല്യൂഷനിലാണോ ഡിസ്പേഴ്സ് ആയിട്ട് കിടക്കുന്നത് ആ സൊല്യൂഷനെ, ആ ഒരു ഇതിനെയാണ് നമ്മൾ ഡിസ്പേർഷൻ മീഡിയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്താന്ന് മനസ്സിലായി, ഡിസ്പേർഷൻ മീഡിയം എന്താന്ന് മനസ്സിലായി. അപ്പൊ കൊളോയിഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒരു ഹെട്രോജീനിയസ് സിസ്റ്റം ആണ്. എങ്ങനെയാണ്, ഒരു ഡിസ്പേഴ്സ്ഡ് മീഡിയത്തിൽ ഡിസ്പേഴ്സ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് സബ്സ്റ്റൻസ് എന്നുള്ളത് ഓർത്തിരിക്കാം. പിന്നെ നമ്മൾ പറഞ്ഞു ട്രൂ സൊല്യൂഷനും അതുപോലെ സസ്പെൻഷന്റെയും ഇടയിലാണ് ഈ കൊളോയിഡ്സ് വരുന്നത് എന്നുള്ളത്. അതായത് സൊല്യൂഷനിലെ പോലെ വളരെ ചെറിയ പാർട്ടിക്കിൾസും ആയിരിക്കില്ല, എന്നാൽ നമ്മുടെ സസ്പെൻഷൻ പോലെ വളരെ വലിയ പാർട്ടിക്കിൾ സൈസും ആയിരിക്കില്ല കൊളോയിഡ്സിന് ഉണ്ടാവുക, ഒരു ഇന്റർമീഡിയറ്റ് ആയിരിക്കും. സോ കൊളോയിഡിന്റെ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ബിറ്റ്വീൻ 1 and 1000 നാനോമീറ്റർ ആണ് എന്നുള്ളത് ഓർത്തിരിക്കണം. സോ കൊളോയിഡൽ പാർട്ടിക്കിളിന്റെ സൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിറ്റ്വീൻ 1 and 1000 നാനോമീറ്റർ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അതുപോലെ നമ്മൾ സെറ്റിൽ ആവില്ല എന്നുള്ളതും ഓർത്തിരിക്കുക. സബ്സ്റ്റൻസ് എപ്പോഴും കണ്ടിന്യൂസ് മോഷനിലായിരിക്കും, അതൊരിക്കലും ഗ്രാവിറ്റി കാരണം എന്താവില്ല, സെറ്റിൽ ആയിട്ട് വരില്ല ബോട്ടത്തിൽ എന്നുള്ളതും ഓർത്തിരിക്കാം. നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് കൊളോയിഡ്സിൽ പറയാൻ പറ്റും. ഫോഗ്, മിസ്റ്റ്, ബ്ലഡ്, മിൽക്ക്, സ്പ്രേ, അതുപോലെ ഫ്രൂട്ട് ജ്യൂസസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഈ കൊളോയിഡ്സിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, കൊളോയിഡ്സ് എന്ന് പറയുന്നത് പാർട്ടിക്കിൾസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റില്ല ഫിൽട്രേഷൻ കൊണ്ട്. അതുപോലെ പാത്ത് ഓഫ് ലൈറ്റ് വിസിബിൾ ആണ്. ഓക്കെ, ഇവിടെ പാത്ത് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് വിസിബിൾ ആണെന്ന് ഓർത്തിരിക്കുക. പാത്ത് ഓഫ് ലൈറ്റ് വിസിബിൾ ആണ് എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്, പാർട്ടിക്കിൾസ് എന്താവും, സ്കാറ്റർ ചെയ്യും അല്ലെ. ലൈറ്റ് വന്ന് പാർട്ടിക്കിൾസ്, അതായത് കൊളോയിഡൽ പാർട്ടിക്കിൾസിൽ വന്ന് തട്ടുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുക, പാർട്ടിക്കിൾസ് ലൈറ്റിനെ സ്കാറ്റർ ചെയ്യും എന്ന് ഓർത്തിരിക്കുക. സോ പാത്ത് ഓഫ് ലൈറ്റ് വിസിബിൾ ആണ് എന്നുള്ളത് ഓർത്തിരിക്കണം. എവിടെ, കൊളോയിഡ്സിൽ. സൊല്യൂഷനിൽ പാത്ത് ഓഫ് ലൈറ്റ് വിസിബിൾ ആയിരുന്നു അല്ല അല്ലെ. സോ ഇവിടെ പാത്ത് ഓഫ് ലൈറ്റ് എന്താണ്, വിസിബിൾ ആണ് എന്ന് ആലോചിച്ച് വെക്കുക. അതുപോലെ നമുക്ക് പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല എന്നും കൂടെ ഓർത്തിരിക്കുക. അതിന്റെ എക്സാമ്പിൾസും നിങ്ങൾ ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ബേസിക് ആയിട്ട് കൊളോയിഡ്സ് എന്താണ് എന്ന് പറയാനുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം, അതായത് സൊല്യൂഷൻ, കൊളോയിഡ് ആൻഡ് സസ്പെൻഷൻ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം പ്രോപ്പർട്ടീസ് ഓഫ് സൊല്യൂഷൻ, കൊളോയിഡ്സ് ആൻഡ് സസ്പെൻഷൻ. മൂന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ പാർട്ടിക്കിൾ ടൈപ്പ് എന്ന് പറയുന്നത് അയോൺസോ, ആറ്റംസോ, സ്മോൾ മോളിക്യൂൾസോ അങ്ങനെയായിരിക്കും. കൊളോയിഡിലെ ലാർജ് മോളിക്യൂൾസോ പാർട്ടിക്കിൾസ്,
സസ്പെൻഷന്റെ കേസ് വരുമ്പം ലാർജ് പാർട്ടിക്കിളോ എഗ്രിഗേറ്റ്സ് ആണ് അവിടെ വരുന്നത്. ഇനി പാർട്ടിക്കിൾ സൈസ് നോക്കുകയാണെങ്കിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് അവിടെ പാർട്ടിക്കിൾ സൈസ് ലെസ് ദാൻ 1 നാനോമീറ്റർ ആയിരിക്കും അല്ലെ. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് കഴിഞ്ഞ ചാപ്റ്ററിൽ. കൊളോയിഡ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് 1000ന്റെയും 1ന്റെയും ഇടയിലായിരിക്കും. 1 to 1000 നാനോമീറ്ററിന്റെ ഇടയിലായിരിക്കും പാർട്ടിക്കിൾ സൈസ് വരിക. സസ്പെൻഷൻ ആണെങ്കിലോ ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 1000 നാനോമീറ്റർ. ഇനി ഇഫക്റ്റ് ഓഫ് ലൈറ്റ് നോക്കുക. സൊല്യൂഷനിൽ അവിടെ നോ സ്കാറ്ററിംഗ് ആണ്. കൊളോയിഡിന്റെ കേസിൽ എന്താണ് ദേ എക്സിബിറ്റ്സ് ടിൻഡോൾ ഇഫക്റ്റ്. ടിൻഡോൾ ഇഫക്റ്റ് എന്നുള്ള വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഫിസിക്സിൽ ലൈറ്റിന്റെ ചാപ്റ്റർ പഠിച്ച സമയത്ത് ഈ ഒരു വേർഡ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റിലേക്ക് ടിൻഡോൾ ഇഫക്റ്റ് എന്താന്നൊക്കെ വളരെ കൃത്യമായിട്ട് പഠിക്കും. അപ്പൊ ഇപ്പൊ ജസ്റ്റ് ആലോചിച്ച് വെക്കുക, കൊളോയിഡ് എന്ന് പറഞ്ഞ ടിൻഡോൾ ഇഫക്റ്റ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ടിൻഡോൾ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ലൈറ്റ് പാർട്ടിക്കിൾസിനെ സ്കാറ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ അവിടെ പാത്ത് ഓഫ് ലൈറ്റ് വിസിബിൾ ആയിരിക്കും കൊളോയിഡിന്റെ കേസിൽ. സസ്പെൻഷനും എന്താണ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. സസ്പെൻഷൻ എന്താണ് അവിടെ പാത്ത് ഓഫ് ലൈറ്റ് വിസിബിൾ ആണ്, അതായത് അവിടെ സ്കാറ്ററിംഗ് നടക്കുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റും. Now effect of gravity നോക്കുകയാണെങ്കിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റേബിൾ ആണ്. they does not separate. അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ, കാരണം വളരെ ചെറിയ പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ സ്റ്റേബിൾ ആണ്. അവിടെ സെറ്റിൽമെന്റ് ഉണ്ടോ? അല്ല, സൊല്യൂഷനിൽ അവിടെ സെറ്റിൽമെന്റ് നടക്കുന്നില്ല. Now കൊളോയിഡിലേക്ക് വരുമ്പോൾ എന്താണ് സെയിം ആണ്, നമുക്ക് ഫിൽട്ടർ ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. കൊളോയിഡ് എന്ന് പറയുന്നത് സ്റ്റേബിൾ ആണ്, അവിടെയും സെറ്റിൽമെന്റ് നടക്കുന്നില്ല. സസ്പെൻഷനിലേക്ക് വരുമ്പോൾ അവിടെ സെഡിമെന്റേഷൻ നടക്കുന്നുണ്ട്, അൺസ്റ്റേബിൾ ആണ് സസ്പെൻഷൻ എന്നുള്ളത് ഓർത്തിരിക്കുക. Now filtration പറയുമ്പോൾ നമുക്കറിയാം പാർട്ടിക്കിൾസ് ഫിൽട്ടർ ചെയ്ത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. കൊളോയിഡ് ആണെങ്കിൽ എന്താണ് പാർട്ടിക്കിൾസ് ഫിൽട്ടർ ചെയ്ത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. സസ്പെൻഷന്റെ കേസിലേക്ക് വരുമ്പോൾ പാർട്ടിക്കിൾസ് ഫിൽട്ടർ ചെയ്ത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. യൂണിഫോമിറ്റി നോക്കുകയാണെങ്കിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഹോമോജീനിയസ് ആണ്, പക്ഷെ കൊളോയിഡും സസ്പെൻഷനും എന്താണ് ഹെട്രോജീനിയസ് ആണ്, ഓർത്തിരിക്കുക. സോ നിങ്ങളും പഠിക്കുമ്പം ഇതുപോലെ ടേബിൾ ആക്കി, ഇനി ഇതിൽ കൂടുതൽ ചിലപ്പോൾ നമുക്ക് പോയിന്റ്സ് കിട്ടും. അപ്പൊ അതൊക്കെ ഇതിലേക്ക് ആഡ് ഓൺ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. കൺഫ്യൂഷൻ ഒന്നും അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവില്ല. ഓക്കെ, സോ ഇതാണ് നമുക്ക് ജസ്റ്റ് ആ ഒരു കമ്പാരിസണിൽ പറയാനുള്ളത്. ഇനി നോക്കുക ടൈപ്സ് ഓഫ് കൊളോയിഡ്സ്. നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. കൊളോയിഡ്സിനെ വെച്ച് നോക്കുമ്പോൾ കൊളോയിഡിന്റെ ടൈപ്സ് പറയണം. അപ്പൊ കൊളോയിഡ്സിനെ ആക്ച്വലി നമുക്ക് ഫിസിക്കൽ സ്റ്റേറ്റിന്റെ ബേസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. നേച്ചർ ഓഫ് ഇന്ററാക്ഷൻസിന്റെ ബേസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. ഡിസ്പേഴ്സ്ഡ് ഫേസിന്റെ പാർട്ടിക്കിൾസ് ഇല്ലേ, അതിന്റെ ടൈപ്പ് അനുസരിച്ചും നമുക്ക് കൊളോയിഡ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ 3 ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. 3 ഇമ്പോർട്ടന്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിസിക്കൽ സ്റ്റേറ്റിന്റെ ബേസിസിലാണ്, അതായത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. നമുക്ക് ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്താണെന്ന് അറിയാം, ഡിസ്പേർഷൻ മീഡിയം എന്താണെന്ന് അറിയാം. ഈ ടേബിൾ അങ്ങനെ പഠിച്ചോളാം. ഇത് എക്സാംസിന് എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് കൊളോയിഡ് ആണെന്ന് ചോദിച്ചു കാണാറുണ്ട്. സോ ഈ ടേബിൾ അങ്ങനെ പഠിക്കുക, എളുപ്പമാണ്. ഇപ്പം തന്നെ എന്റെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചു പോവാം. സോ നോക്കുക, ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, ഗ്യാസ് ആവാം അല്ലെ. ഡിസ്പേർഷൻ മീഡിയവും സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, ഗ്യാസ് ആവാം. സോ ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡ് ആയിട്ട് ഡിസ്പേർഷൻ മീഡിയം സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആവുന്ന ആ ഒരു കണ്ടീഷൻ ആണ് ഫസ്റ്റ് 3 കൊടുത്തിട്ടുള്ളത്. നൗ ഡിസ്പേഴ്സ്ഡ് ഫേസ് ലിക്വിഡ്, ഡിസ്പേർഷൻ മീഡിയം സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആവുമ്പോഴാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഡിസ്പേഴ്സ്ഡ് ഫേസ് ഗ്യാസ് അത് കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ഡിസ്പേർഷൻ മീഡിയം മാറ്റി കൊടുത്തിട്ടുള്ളതാണ് നെക്സ്റ്റ് സെറ്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ പഠിക്കുക. സോ ഫസ്റ്റ് നോക്കുക, ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡ് ആണ്, ഡിസ്പേർഷൻ മീഡിയം സോളിഡ് ആണ്, അതായത് സോളിഡ് ആയി അല്ലേ. സോ അവിടെ വരുന്ന കൊളോയിഡിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് സോളിഡ് സോൾ ആണ്. ഓക്കെ, ഓർത്തിരിക്കണം സോളിഡ് സോൾ. സോളിഡ് സോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്പേഴ്സ്ഡ് ഫേസും സോളിഡ്, ഡിസ്പേർഷൻ മീഡിയം സോളിഡ്, അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് കൊളോയിഡിനെയാണ് നമ്മൾ സോളിഡ് സോൾ എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾസ് ഓർത്ത് വെക്കുക, സം കളേർഡ് ഗ്ലാസസ്, ജെം സ്റ്റോൺസ്, ഇതൊക്കെ സോളിഡ് സോൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പോൾ ചോദിക്കുക ജെം സ്റ്റോൺ വിച്ച് ടൈപ്പ് ഓഫ് കൊളോയിഡ് ആണെന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം സോളിഡ് സോൾ ആണ് എന്നുള്ളത്. പറ്റുവാണെങ്കിൽ കുറച്ചും കൂടെ എക്സാമ്പിൾസ് ഇതിലേക്ക് ആഡ് ഓൺ ചെയ്ത് വെക്കുക. സോ സോളിഡ് നമ്മൾ പറഞ്ഞു സോളിഡ് സോൾ ആണ്, അതിന്റെ എക്സാമ്പിൾസ് കണ്ടു. ഇനി ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡ് തന്നെ, ഡിസ്പേർഷൻ മീഡിയം ലിക്വിഡ് ആയി. ഓക്കെ, ഡിസ്പേർഷൻ മീഡിയം ലിക്വിഡ് ആയി, ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡ്, അങ്ങനെയാവുന്ന സമയത്ത് ടൈപ്പ് ഓഫ് കൊളോയിഡ് ആണ് സോൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് പെയിന്റ്, സെൽ ഫ്ലൂയിഡ്സ്, ഇതൊക്കെ സോളിന്റെ എക്സാമ്പിൾസ് ആണ്. നൗ ഡിസ്പേഴ്സ്ഡ് ഫേസ് സോളിഡ് ആയി, ഡിസ്പേർഷൻ മീഡിയം ഗ്യാസ് ആവുന്ന സമയത്ത് നമ്മൾ വിളിക്കുന്നതാണ് എയറോസോൾ. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, എയറോസോൾ എന്നുള്ളത്. സോ എയറോസോളിന്റെ എക്സാമ്പിൾ സ്മോക്ക്, ഡസ്റ്റ്, ഇതൊക്കെ എന്താണ് എയറോസോളിന്റെ എക്സാമ്പിൾസ് ആണ്.
Now liquid solid നോക്കാം. dispersed phase liquid ഉം dispersion medium solid ഉം ആവുന്ന കേസിൽ എന്തായി? gel എന്നാണ് വിളിക്കുക. cheese, butter, jellies അതൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? ജെല്ലിന്റെ എക്സാമ്പിൾ ആണ്. കൺഫ്യൂസ് ആവരുത്. ഇവിടെ dispersed phase solid ഉം dispersion medium liquid ഉം ആവുമ്പോഴാണ് നമ്മൾ സോൾ എന്ന് വിളിച്ചത്. ഇവിടെ dispersed phase liquid ഉം dispersion medium solid ഉം ആവുമ്പോൾ നമ്മൾ അതിനെ ജെൽ എന്ന് വിളിക്കും. കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ. Now liquid which is again important ആണ്. liquid ആവുമ്പോൾ അതായത് dispersed phase liquid, dispersion medium liquid ആവുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്നതാണ് emulsion. അതിന്റെ എക്സാമ്പിൾ ആണ് മിൽക്ക്, ഹെയർ ക്രീം. ഓക്കെ, സോ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് colloid എന്ന് പറയുന്നത് എന്താണ്? emulsion ആണ്. Now liquid gas, dispersed phase liquid, dispersion medium gas ആവുമ്പോൾ നമ്മൾ വിളിക്കുന്നതാണ് aerosol. നമ്മൾ തൊട്ട് മുന്നേ ഇവിടെ ഒരു aerosol പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അവിടെ dispersed phase solid ആയിരുന്നു, ഇവിടെ dispersed phase liquid ആണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി, dispersion medium gas ആവുന്ന സമയത്ത് നമ്മൾ അതിനെ വിളിക്കുന്നത് aerosol എന്നാണെന്ന് ഓർത്തിരിക്കാം. Now ഈ liquid gas aerosols ന്റെ examples ഏതൊക്കെയാണ്? fog, mist, cloud, insecticide, spray ഇതൊക്കെ liquid gas aerosol ന്റെ examples ആണ്. ഇത് കൺഫ്യൂസ് ആവരുത് കേട്ടോ, കൃത്യമായിട്ട് പഠിക്കുക. ഇനി dispersed phase gas, dispersion medium solid ആവുന്ന സമയത്ത് നമ്മൾ അതിനെ solid sol എന്ന് വിളിച്ചു. നമ്മൾ ഇവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു solid sol. അതെന്താ ആലോചിക്കുക? dispersion medium solid ആവുന്ന കേസിൽ നമ്മൾ അതിനെ solid sol എന്ന് പറയും. പക്ഷെ ഇവിടെ നിങ്ങൾ അപ്പോൾ മാറിപ്പോവരുത്. ഇവിടെ dispersion medium solid ആണ്, പക്ഷെ നമ്മൾ അതിനെ gel എന്നാണ് വിളിച്ചത്. അതായത് liquid solid അല്ലേ, നമ്മൾ അതിനെ gel എന്ന് വിളിച്ചു. ഇവിടെ gas solid ആണ് നമ്മൾ solid sol എന്ന് വിളിച്ചത്. പിന്നെ solid solid ഉം എന്താണ്? solid sol എന്നാണ് വിളിച്ചത്. Now gas, solid അതായത് solid sol ലെ examples നോക്കാം. pumice stone, foam, rubber അതൊക്കെയാണ് ഇതിന്റെ examples ആയിട്ട് വരുന്നത്. Now gas liquid, dispersed phase gas ഉം dispersion medium liquid ആയിട്ട് വരുന്നതാണ് നമ്മൾ foam എന്ന് പറയും. എക്സാമ്പിൾ froth, whipped cream, soap lather അതൊക്കെയാണ് ഇതിന്റെ ഒരു എക്സാമ്പിൾ. Now ഇനി gas ഇല്ല. gas എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? നമുക്കറിയാം അല്ലെ, ഗ്യാസും ചേരുമ്പോൾ നമുക്ക് ഹോമോജീനിയസ് മിക്സ്ചർ ആണ് കിട്ടുക, മിസിബിൾ ആണ്, ഹോമോജീനിയസ് ആയിട്ടായിരിക്കും കിട്ടുക. പക്ഷെ കൊളോയിഡ് എന്ന് പറയുന്നത് ഹെട്രോജീനിയസ് ആണ്. സോ ഗ്യാസ് ഇല്ല എന്നുള്ളത് ആലോചിച്ച് വെക്കുക. ഇതിൽ ഇമൽഷൻ, എയറോസോൾ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ എക്സാമ്പിൾസും പഠിച്ചു വെക്കുക കേട്ടോ. ചോദിച്ചിട്ടുണ്ട് കേട്ടിട്ട് എക്സാമിന്. നമുക്ക് മെയിൻ ആയിട്ട് എക്സാമ്പിൾ ആണ് തരിക, എന്നിട്ട് അത് ഏത് ടൈപ്പ് ഓഫ് കൊളോയിഡ് ആണെന്നാണ് നമ്മളോട് ചോദിക്കുക. അപ്പൊ ഈ ഒരു ടേബിൾ അങ്ങനെ നിങ്ങൾ പഠിച്ചു വെക്കുക. സോ ഇതാണ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയത്തിന്റെ ഫിസിക്കൽ സ്റ്റേറ്റിന്റെ ബേസിസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയവും തമ്മിൽ അവരുടെ ആ നേച്ചർ ഓഫ് ഇന്ററാക്ഷന്റെ ബേസിസിലാണ് നമ്മൾ ഇനി ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ നോക്കിയില്ലേ, അവിടെ ഒരു പോയിന്റും കൂടെ നിങ്ങൾ ഓർത്തിരിക്കാനുണ്ട്. നമ്മൾ പറഞ്ഞു സോളിഡ് ലിക്വിഡ് കേസ് നമ്മൾ സോൾ എന്ന് പറഞ്ഞു അല്ലെ, സോളിഡ് ലിക്വിഡ് കേസ് സോൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ആ ഒരു ലിക്വിഡ് എന്ന് പറയുന്നത് വാട്ടറും ആവാം ആൽക്കഹോളും ആവാം. ഓക്കെ, ഇത് തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ പറയേണ്ടതായിരുന്നു. അത് വാട്ടറും ആവാം ആൽക്കഹോളും ആവാം. നമ്മൾ സോളിഡ് സോള് പഠിച്ച സമയത്ത് സോളിഡ് സോള് പഠിച്ചു. അതായത് എന്തായിരുന്നു സോളിഡ് സോള്? സോളിഡും ലിക്വിഡും ആയിരുന്നു അല്ലെ, സോളിഡ് ലിക്വിഡ്, അതിനാണ് നമ്മൾ സോളിഡ് സോൾ എന്ന് വെച്ചത്. അപ്പൊ ഈ ലിക്വിഡ് എന്ന് പറയുന്നത് വാട്ടറും ആവാം അതുപോലെ ആൽക്കഹോളും ആവാന്ന് വിചാരിക്കാം, രണ്ടും ആവാലോ. സോ നമ്മൾ വാട്ടർ ആവുന്ന കേസിൽ നമ്മൾ ആ ഒരു ഇതിന് ഡിസ്പേർഷൻ മീഡിയം നമ്മൾ അതിനെ പറയുന്ന, അതായത് വാട്ടർ ഡിസ്പേർഷൻ മീഡിയം വാട്ടർ ആവുന്ന സമയത്ത് നമ്മൾ അതിനെ ഹൈഡ്രോസോൾ എന്നാണ് വിളിക്കുക. എന്താണ് വിളിക്കുക? ഹൈഡ്രോസോൾ എന്ന് വിളിക്കും. ഹൈഡ്രോ നിങ്ങൾക്ക് അറിയാലോ, വാട്ടർ ആണ്. ഹൈഡ്രോസോൾ അല്ലെങ്കിൽ നമുക്ക് എക്വാസോൾ എന്നും വിളിക്കാം. ഹൈഡ്രോസോൾ അല്ലെങ്കിൽ എക്വാസോൾ എന്ന് വിളിക്കും. ഇനി ആൽക്കഹോൾ ആവുന്ന കേസിൽ നമ്മൾ എന്തായിരിക്കും അപ്പൊ വിളിക്കുക? ആൽക്കോസോൾ എന്ന് വിളിക്കും. ഓക്കെ, ആൽക്കോസോൾ എന്ന് വിളിക്കും. അത് ആലോചിച്ചിരിക്കണം കേട്ടോ, ആൽക്കോസോൾ എന്ന് വിളിക്കും. ക്ലിയർ? നേരത്തെ പറയേണ്ടതായിരുന്നു, പെട്ടെന്ന് ഇപ്പോഴാണ് ഓർമ്മ വന്നത്. സോളിഡ് സോളിന്റെ കേസിൽ സോളിഡ് ലിക്വിഡ്, അവിടെ ലിക്വിഡ് വാട്ടറും ആവാം ആൽക്കഹോളും ആവാം. സോ വാട്ടർ ആവുന്ന സമയത്ത് നമ്മൾ അതിനെ ഹൈഡ്രോസോൾ അല്ലെങ്കിൽ എക്വാസോൾ എന്ന് വിളിക്കും. ആൽക്കഹോൾ ആണെങ്കിൽ നമ്മൾ അതിനെ ആൽക്കോസോൾ എന്നാണ് വിളിക്കുക എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ നേച്ചർ ഓഫ് ഇന്ററാക്ഷന്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് നോക്കുന്നത്. രണ്ട് ടൈപ്പ് ഉണ്ട്, ലയോഫിലിക് കൊളോയിഡ്സും ലയോഫോബിക് കൊളോയിഡ്സും. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ ടേബിൾ ആയിട്ട് തന്നെ പഠിച്ചു വെച്ചാൽ മതി. ലയോഫിലിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ലയോഫിലിക് ലിക്വിഡ് ലവിങ് ആണ്. ഓക്കെ, ലിക്വിഡ് ലവിങ്ങിനെയാണ് നമ്മൾ ലയോഫിലിക് എന്ന് ഉദ്ദേശിക്കുന്നത്. ലയോഫോബിക് എന്ന് പറയുമ്പോൾ അവിടെ ലിക്വിഡ് ഹേറ്റിംഗ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് നോക്കുക, എഫിനിറ്റി ഫോർ ദ ഡിസ്പേർഷൻ മീഡിയം. ഹൈ എഫിനിറ്റി സോൾവെന്റ് അട്രാക്റ്റിംഗ് ആണ്, സോൾവെന്റ് ലവിങ് ആണ്,
ഓക്കെ, അവിടെ സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ഉണ്ടാവുക. ലയോഫിലിക് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ലവിങ് ആണെന്ന് ഓർത്തിരിക്കുക. ലയോഫോബിക് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഹേറ്റിംഗ് ആണെന്ന് ഓർത്തിരിക്കുക. സോ എഫിനിറ്റി ഫോർ ദ ഡിസ്പേർഷൻ മീഡിയം എടുക്കുകയാണെങ്കിൽ അവിടെ ഹൈ എഫിനിറ്റി ആയിരിക്കും ഇൻ ദ കേസ് ഓഫ് ലയോഫിലിക് കൊളോയിഡ്സ്. അതായത് സോൾവെന്റ് അട്രാക്റ്റിംഗ് ആയിരിക്കും. അവിടെ ലാർജ് സ്ട്രോങ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് അവിടെ ഉള്ളത്. പക്ഷെ ലയോഫോബിക് കൊളോയിഡ്സിന്റെ കേസിൽ വരുമ്പോൾ അവിടെ എഫിനിറ്റി ഇല്ല, അതായത് അട്രാക്ഷൻ ഇല്ല. അത് സോൾവെന്റ് ഹേറ്റിംഗ് ആണ്, അഥവാ സോൾവെന്റ് റിപ്പല്ലിംഗ് ആണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി പ്രിപ്പറേഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലയോഫിലിക് കൊളോയിഡ്സ് ഈസിലി നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതായത് ജസ്റ്റ് നമുക്ക് മിക്സ് ചെയ്ത് ഷെയ്ക്ക് ചെയ്താൽ മതി, നമുക്ക് അത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഹീറ്റിംഗ് സബ്സ്റ്റൻസ് വിത്ത് ഡിസ്പേർഷൻ മീഡിയം, ആ ഒരു സബ്സ്റ്റൻസ് നമ്മൾ ഡിസ്പേർഷൻ മീഡിയത്തിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലയോഫിലിക് കൊളോയിഡ്സ് കിട്ടും. വളരെ ഈസിലി, ഇറ്റ് ക്യാൻ ബി ഈസിലി പ്രിപ്പയർഡ് ആണ്. പക്ഷെ ലയോഫോബിക്കിന്റെ കേസിലാണെങ്കിലോ അവിടെ സ്പെഷ്യൽ മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യണം പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. ക്ലിയർ? അത് മാത്രമല്ല നമ്മൾ സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ട് ഒരു ഇലക്ട്രോലൈറ്റ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഇത്ര ആലോചിച്ച് വെക്കുക, സ്പെഷ്യൽ മെത്തേഡ്സ് പ്രിപ്പറേഷൻ ആവശ്യമുണ്ട് ലയോഫോബിക് കൊളോയിഡ്സിന്റെ കേസിൽ. പക്ഷെ ലയോഫിലിക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഓർത്തിരിക്കാം. നൗ സ്റ്റെബിലിറ്റി നോക്കുകയാണെങ്കിൽ ലയോഫിലിക് കൊളോയിഡ്സ് ആർ ഹൈലി സ്റ്റേബിൾ ആൻഡ് ഡു നോട്ട് കൊയാഗുലേറ്റ് ഈസിലി ഓൺ ആഡിങ് ഇലക്ട്രോലൈറ്റ്സ്. അപ്പം സ്റ്റെബിലിറ്റിന്റെ കേസിൽ വരുമ്പോൾ ലയോഫിലിക് കൊളോയിഡ്സ് എന്താണ്, ഹൈലി സ്റ്റേബിൾ ആണ്. അത് അങ്ങനെ ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് അത് അങ്ങനെ കൊയാഗുലേറ്റ് ചെയ്യൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് കൊയാഗുലേഷൻ ഒന്നും സംഭവിക്കില്ല. പക്ഷെ ലയോഫോബിക്കിന്റെ കേസിലേക്ക് വരുമ്പോൾ അത് അൺസ്റ്റേബിൾ ആണ് ആൻഡ് ഇറ്റ് ക്യാൻ ഈസിലി ബി കൊയാഗുലേറ്റഡ് ബൈ ഇലക്ട്രോലൈറ്റ്സ്. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് 3 ഡിഫറൻസ് വരുന്നത്. ഇനിയും ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇനി അടുത്ത ഡിഫറൻസ് നോക്കാം. ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി റിവേഴ്സിബിലിറ്റി നോക്കുക. റിവേഴ്സിബിൾ സോൾസ് ആൻഡ് ക്യാൻ ബി റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ബാക്ക് ബൈ ആഡിങ് ബാക്ക് ദ ഡിസ്പേർഷൻ മീഡിയം. സോ നമ്മളെ ലയോഫിലിക് കൊളോയിഡ്സ് എന്ന് പറയുന്നത് റിവേഴ്സിബിൾ സോൾ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു തെർമോഡൈനാമിക്കലി സ്റ്റേബിൾ ആണ്, ഈസിലി പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു അല്ലെ. അതുപോലെ റിവേഴ്സിബിൾ സോൾസ് ആണ്. നമ്മളൊരു എന്താ പറയാ ലയോഫിലിക് കൊളോയിഡ്സിന്റെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മളത് പ്രസിപ്പിറ്റേറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അതായത് ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയം സെപ്പറേറ്റ് ആയി എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇവോപ്പറേഷൻ കാരണം അത് എന്തായി സെപ്പറേറ്റ് ആയി എന്ന് വിചാരിക്കാം. പക്ഷെ അതിനുശേഷം നമുക്ക് വീണ്ടും ഈ ഡിസ്പേഴ്സ്ഡ് ഫേസിനെ ഡിസ്പേർഷൻ മീഡിയവുമായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഴയ പോലെ വീണ്ടും ഒരു കൊളോയിഡൽ സോൾ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, മനസ്സിലായോ? അതായത് നമ്മൾ ഇത് സെപ്പറേറ്റ് ആയി എന്ന് വിചാരിക്കുക, ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയം സെപ്പറേറ്റ് ആയി എന്ന് വിചാരിക്കുക. സെപ്പറേറ്റ് അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുശേഷം വീണ്ടും നമ്മൾ ഈ ഒരു ഡിസ്പേഴ്സ്ഡ് ഫേസിനെ ഈ ഡിസ്പേർഷൻ മീഡിയത്തിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പഴയ പോലെ വീണ്ടും എന്തായിട്ട് കിട്ടും, കൊളോയിഡൽ സോൾ ആയിട്ട് കിട്ടും. സോ അതുകൊണ്ടാണ് ഇത് പറയുന്നത് റിവേഴ്സിബിൾ സോൾ ആണ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ അതേസമയം നമ്മൾ ലയോഫോബിക് കൊളോയിഡ്സിന്റെ കേസിൽ വരുമ്പോൾ അതെന്താ ഇറിവേഴ്സിബിൾ സോൾസ് ആണ്. അത് വൺസ് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. എങ്ങനെ, ജസ്റ്റ് ഒന്ന് ഡിസ്പേർഷൻ മീഡിയത്തിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. സോ അത് ഇറിവേഴ്സിബിൾ സോൾ ആണെന്ന് ഓർത്തിരിക്കാം. നൗ ഇഫക്റ്റ് ഓഫ് ആഡിങ് ആൻ ഇലക്ട്രോലൈറ്റ്. ലയോഫിലിക്കിന്റെ കേസിൽ കൊയാഗുലേഷൻ നടക്കണമെങ്കിൽ അവിടെ ലാർജ് എമൗണ്ട് ഓഫ് ഇലക്ട്രോലൈറ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. പക്ഷെ ലയോഫോബിക് ആവുന്ന സമയത്ത് വളരെ ചെറിയ എമൗണ്ടിലുള്ള ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ തന്നെ അത് പെട്ടെന്ന് കൊയാഗുലേഷൻ അവിടെ സംഭവിക്കും. പിന്നെ വരുന്നത് വിസ്കോസിറ്റി ആണ്. വിസ്കോസിറ്റി എടുക്കുകയാണെങ്കിൽ ലയോഫിലിക് കൊളോയിഡ്സ് എന്താണ്, ഹൈലി വിസ്കസ് ആണ് എന്ന് പറയാം. പക്ഷെ നമ്മൾ ലയോഫോബിക്കിന്റെ കേസിൽ വരുമ്പം സെയിം വിസ്കോസിറ്റി ആസ് ദാറ്റ് ഓഫ് ദി സോൾവെന്റ് അല്ലെങ്കിൽ ആസ് ദാറ്റ് ഓഫ് മീഡിയം. ഓക്കെ, സെയിം വിസ്കോസിറ്റി തന്നെയായിരിക്കും ഉണ്ടാവുക. ഇനി എക്സാമ്പിൾസ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ലയോഫോബിക്കിന്റെ കേസിൽ നമുക്ക് മെറ്റൽ സൾഫൈഡ്സ് ആൻഡ് ഓക്സൈഡ്സ് അതൊക്കെ ലയോഫോബിക് കൊളോയിഡ്സിന്റെ എക്സാമ്പിൾസ് ആണ്. അതായത് കൊളോയിഡൽ സോൾസ് ഓഫ് ഗോൾഡ്, സിൽവർ അതൊക്കെ എന്താണ്, ലയോഫോബിക് കൊളോയിഡ്സ് ആണ്. ലയോഫിലിക്കിലേക്ക് വരുമ്പോൾ നമുക്ക് സ്റ്റാർച്ച്, അതുപോലെ പ്രോട്ടീൻ, ജെലാറ്റിൻ, ഗം എക്സെട്ര അതൊക്കെ എന്താണ് ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. അതായത് വെൻ ദേ ആർ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ അല്ലെങ്കിൽ when they are used with suitable solvents. Okay, അങ്ങനെ ആവുന്ന സമയത്ത് ഇതൊക്കെ എന്താണ്, ലയോഫിലിക് കൊളോയിഡ്സിന്റെ എക്സാമ്പിൾസ് ആണ്. സോ ഇതാണ് ലയോഫിലിക്കും ലയോഫോബിക്കും. നമ്മൾ എങ്ങനെയാണ് ഇത് ക്ലാസിഫൈ ചെയ്തത്, നേച്ചർ ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. സോ അതിൽ വരുന്നതാണ് ലയോഫിലിക്കും ലയോഫോബിക്കും. ലയോഫോബിക് എന്ന് പറഞ്ഞാൽ സോൾവെന്റ് ഹേറ്റിംഗ് ആണ്, ലയോഫിലിക് എന്ന് പറഞ്ഞാൽ എന്താണ്, സോൾവെന്റ് ലവിംഗ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ ഇത്രയും ഡിഫറൻസസ് നമ്മൾ പഠിച്ചിരിക്കുക. ക്ലിയർ? ഇനി നമുക്ക് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത് ബേസ്ഡ് ഓൺ ദി ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ദി ഡിസ്പേഴ്സ്ഡ് ഫേസ് ആണ്. അതായത് ഡിസ്പേഴ്സ്ഡ് ഫേസിലുള്ള പാർട്ടിക്കിൾ ടൈപ്പിനനുസരിച്ച്.
അപ്പൊ നമുക്ക് അതിൽ 3 ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. മൾട്ടി മോളിക്യുലാർ കൊളോയിഡ്സ്, മാക്രോ മോളിക്യുലാർ കൊളോയിഡ്സ്, പിന്നെ അസോസിയേറ്റഡ് കൊളോയിഡ്സ്. അതിൽ ഫസ്റ്റ് നമുക്ക് മൾട്ടി മോളിക്യുലാർ കൊളോയിഡ്സ് എന്താണെന്ന് നോക്കാം. മൾട്ടി മോളിക്യുലാർ കൊളോയിഡ്സ് എന്ന് പറയുമ്പോൾ ഒരു സബ്സ്റ്റൻസിന്റെ തന്നെ കുറെ ആറ്റംസ് അല്ലെങ്കിൽ സ്മോൾ മോളിക്യൂൾസ് ഇവരെല്ലാം കൂടെ ചേർന്നിട്ടുണ്ടാവുന്ന ഒരു കൊളോയിഡൽ സോൾ ആണ്. സോ ഇവർ കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ സൈസ് റേഞ്ചിലായിരിക്കും. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സൾഫർ സൊല്യൂഷൻ കണ്ടെയ്ൻസ് പാർട്ടിക്കിൾസ് വിച്ച് ആർ തൗസൻഡ്സ് ഓഫ് S8. ഓക്കെ, അങ്ങനെയുള്ള സബ്സ്റ്റൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കൊളോയിഡ്സിനെയാണ് നമ്മൾ മൾട്ടി മോളിക്യുലാർ കൊളോയിഡ്സ് എന്ന് പറയുന്നത്. That is, when the dissolution of smaller molecules of substance or many atoms takes place, they combine to form a species whose size is in the range of colloidal size. നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ്. അതിന്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഒരു സൾഫർ സൊല്യൂഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ S8 ന്റെ ഒരുപാട് ആയിരക്കണക്കിന് S8 പാർട്ടിക്കിൾസ് ഉണ്ടാവും അല്ലെ. സോ അതൊരു മൾട്ടി മോളിക്യുലാർ കൊളോയിഡിന്റെ എക്സാമ്പിൾ ആണ്. ക്ലിയർ? പിന്നെ പറയുന്നത് മാക്രോ മോളിക്യുലാർ കൊളോയിഡ്സ് ആണ്. മാക്രോ മോളിക്യുലാർ കൊളോയിഡ്സ് എന്ന് പറയുമ്പോൾ macromolecules form a solution with a suitable solvent. അതായത് നമ്മൾ ഈ പോളിമേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ, നമ്മൾ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ നമുക്കറിയാം ഈ ഒരുപാട് മോണോമർ ചേർന്നിട്ടാണ് വലിയൊരു പോളിമർ നമുക്ക് കിട്ടുന്നത്. ആ പോളിമർ എന്ന് പറയുന്നത് ഒരു മാക്രോമോളിക്യൂൾ ആണ്. ഓക്കെ, മനസ്സിലായി? ഒരുപാട് മോണോമർ ചേർന്നിട്ട് നമുക്കൊരു വലിയ പോളിമർ കിട്ടും. ആ പോളിമർ എന്ന് പറയുന്നത് ഒരു മാക്രോമോളിക്യൂൾ ആണ്. സോ അങ്ങനെ, അതായത് ഒരുപാട് മോണോമർ ചേർന്നിട്ട് നമുക്ക് എന്ത് കിട്ടും എന്ന് പറയാം? മാക്രോമോളിക്യൂൾ കിട്ടും എന്ന് പറയാം. ഈ ഒരു മാക്രോമോളിക്യൂൾ ഒരു സ്യൂട്ടബിൾ സോൾവെന്റിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യും? നമുക്ക് കൊളോയിഡൽ സോൾ കിട്ടും. അതായത് അവിടെ ഫോം ചെയ്യുന്ന പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് ഈ കൊളോയിഡൽ റേഞ്ചിലായിരിക്കും. ഓക്കെ, അപ്പൊ അത് ആലോചിച്ച് വെച്ചാൽ മതി. നമ്മൾ ഈ മാക്രോമോളിക്യൂൾ ഒരു സ്യൂട്ടബിൾ സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്യൂട്ടബിൾ സോൾവെന്റിൽ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഫോം ചെയ്യുന്ന കൊളോയിഡൽ സോളിനെയാണ് നമ്മൾ മാക്രോമോളിക്യുലാർ കൊളോയിഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു മാക്രോമോളിക്യുലാർ സൊല്യൂഷനിലുള്ള പാർട്ടിക്കിൾസിന്റെ സൈസ് എന്ന് പറയുന്നത് കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ സൈസിനോട് ആ ഒരു റേഞ്ചിലാണ് വരിക. അതിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റാർച്ച്, പ്രോട്ടീൻ, എൻസൈംസ്, സെല്ലുലോസ് ഇതൊക്കെ എന്താണ്? നാച്ചുറലി ഒക്കറിങ് മാക്രോമോളിക്യുലാർ കൊളോയിഡ്സ് ആണെന്ന് പറയാം. ഈ മാൻമേഡിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് പോളിത്തീൻ, സിന്തറ്റിക് റബ്ബർ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതായത് സിന്തറ്റിക് മാക്രോമോളിക്യൂൾസ് ആണെന്ന് പറയാൻ പറ്റും. ആക്ച്വലി മാക്രോമോളിക്യുലാർ കൊളോയിഡ്സ് അല്ല, മാക്രോമോളിക്യൂൾ ആണ് ശരിക്കും ഈ സ്റ്റാർച്ച്, പ്രോട്ടീൻ, എൻസൈംസ് എന്നൊക്കെ പറയുന്നത് നാച്ചുറലി ഒക്കറിങ് മാക്രോമോളിക്യൂൾ ആണ്. പക്ഷെ ഇത് നമ്മളൊരു സ്യൂട്ടബിൾ സോൾവെന്റിൽ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? മാക്രോമോളിക്യുലാർ കൊളോയിഡ്സ് കിട്ടും. അതുപോലെ തന്നെ പോളിത്തീൻ, സിന്തറ്റിക് റബ്ബർ എന്നൊക്കെ പറയുന്നത് സിന്തറ്റിക് മാക്രോമോളിക്യൂൾസ് ആണ്. ഇവരെ ഒരു സ്യൂട്ടബിൾ സോൾവെന്റിൽ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാക്രോമോളിക്യുലാർ കൊളോയിഡ്സ് കിട്ടും. ക്ലിയർ? അതാണ് മാക്രോമോളിക്യുലാർ കൊളോയിഡ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് വരുന്നത് അസോസിയേറ്റഡ് കൊളോയിഡ്സ് ആണ്. എന്താണ് അസോസിയേറ്റഡ് കൊളോയിഡ്സ് എന്ന് പറഞ്ഞാൽ? ചില സബ്സ്റ്റൻസ് ലോ കോൺസെൻട്രേഷനിൽ തന്നെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് മാറും. ഓക്കെ, ചില സബ്സ്റ്റൻസ്, അതായത് സം സബ്സ്റ്റൻസസ് ആക്ട് ആസ് എ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് when they are in low concentration. വളരെ ലോ കോൺസെൻട്രേഷനിലായിരിക്കും, പക്ഷെ അവര് എന്താ പറയുക, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. പക്ഷെ അതേസമയം ഇവരുടെ കോൺസെൻട്രേഷൻ കൂട്ടി എന്ന് വിചാരിക്കുക. അങ്ങനെ കോൺസെൻട്രേഷൻ കൂട്ടുന്ന സമയത്ത് അവർ കമ്പൈൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ നമുക്ക് പറയാം അവർ അഗ്രിഗേറ്റ് ചെയ്തിട്ട് കൊളോയിഡൽ സൈസിലുള്ള പാർട്ടിക്കിൾ ആയിട്ട് മാറും. ഓക്കെ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിസെല്ലസ് എന്ന് വിളിക്കും. ഇവിടെ എഴുതിയിട്ടുണ്ട്, they are known as the മിസെല്ലസ് എന്നാണ് നമ്മൾ വിളിക്കുക. നമ്മൾ ചെറിയ കോൺസെൻട്രേഷനിൽ അവർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് മാറും, പക്ഷെ അവർ കൊളോയിഡൽ സോൾസ് ആയിട്ട് ആക്ട് ചെയ്യും when they are in high concentration. അതായത് ഹൈ കോൺസെൻട്രേഷനിലാവുന്ന സമയത്ത് ഈ പാർട്ടിക്കിൾസ് ഒക്കെ അഗ്രിഗേറ്റ് ചെയ്തിട്ട് കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആയിട്ട് മാറുന്നതാണ് പറയുന്നത്. ആ ഒരു അഗ്രിഗേറ്റഡ് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ മിസെല്ലസ് എന്ന് വിളിക്കുന്നത്. ഓർത്തിരിക്കണം. they are also known as the associated colloids നമ്മൾ അവരെ പറയും. ഈ സോപ്പ്, ഡിറ്റർജന്റ് അതൊക്കെ അല്ലേ, അതൊക്കെ ഈ അസോസിയേറ്റഡ് കൊളോയിഡ്സിന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഈ മിസെല്ലസ് എന്ന് പറയുന്നത് അത് നടക്കണമെങ്കിൽ രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്ന് എന്താണ്? അത് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിന് എബവ് ആണെങ്കിലാണ് നടക്കുക. ഓക്കെ, അത് ആലോചിക്കുക. ഫോർമേഷൻ ഓഫ് മിസെല്ലസ് ഒക്കേഴ്സ് എബവ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ആൻഡ് ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ. TK എന്നാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ക്രാഫ്റ്റ് ടെമ്പറേച്ചർ. And also above a specific concentration called the critical micelle concentration, CMC എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. സോ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഫോർമേഷൻ ഓഫ് മിസെല്ലസ് നടക്കണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിന് എബവ് ആയിട്ടേ നടക്കുള്ളൂ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രാഫ്റ്റ് ടെമ്പറേച്ചർ, അതായത് TK നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇറ്റ് വിൽ ടേക്സ് പ്ലേസ് above a specific concentration, അതിനെ നമ്മൾ എന്താ വിളിക്കുക? ക്രിട്ടിക്കൽ മിസെൽ കോൺസെൻട്രേഷൻ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ഈ രണ്ട് ടേം നിങ്ങൾ ഓർത്തിരിക്കണം. പിന്നെ പറയുന്നത് ഈ കൊളോയിഡ്സിനെ നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച്
കൊണ്ടുവരാൻ പഴയ പോലെ ആക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു സോപ്പ്, അതുപോലെ സിന്തറ്റിക് ഡിറ്റർജൻസ് ഒക്കെയാണ് ഈ ഒരു അസോസിയേറ്റഡ് കൊളോയിഡ്സിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ ക്ലാസിഫൈ ചെയ്തത് എന്തിന്റെ ബേസിസിലായിരുന്നു? നമ്മൾ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ദി ഡിസ്പേഴ്സ്ഡ് ഫേസ്, അതിന്റെ ബേസിസിൽ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു. മൾട്ടി മോളിക്യുലാർ കൊളോയിഡ്സ്, മാക്രോ മോളിക്യുലാർ കൊളോയിഡ്സ്, പിന്നെ അസോസിയേറ്റഡ് കൊളോയിഡ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് കൊളോയിഡ്സിൽ പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് കൊളോയിഡ്സിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കണം. അതിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ബ്രൗണിയൻ മൂവ്മെന്റ് ആണ്, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ബ്രൗണിയൻ മൂവ്മെന്റ്. ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ സിംപ്ലി നമ്മൾ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ സിഗ്സാഗ് മോഷൻ ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ്. കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ സിഗ്സാഗ് മോഷനെയാണ് നമ്മൾ ബ്രൗണിയൻ മൂവ്മെന്റ് അഥവാ ബ്രൗണിയൻ മോഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോക്കുക, കൊളോയിഡൽ പാർട്ടിക്കിൾസ് നമ്മൾ പറഞ്ഞു അല്ലെ, അവർ ഒരിക്കലും സെറ്റിൽ ചെയ്യുന്നില്ല, അവർ കണ്ടിന്യൂസ് മോഷനിലാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരിങ്ങനെ കണ്ടിന്യൂസ് മോഷൻ ആവുന്നതുകൊണ്ട് തന്നെ അവരെന്താ ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കൊളോയിഡ് ചെയ്യുന്നുണ്ട്. കൊളോയിഡൽ പാർട്ടിക്കിൾസ് നമ്മൾ എന്ത് നടക്കുന്നുണ്ട്, കൊലീഷൻ നടക്കുന്നുണ്ട് അല്ലെ. ആ കൊലീഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ അവരെന്താണ്, കണ്ടിന്യൂസ് മോഷനിലാണ്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, റാൻഡം മോഷനിലാണ് അവർ ഇരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. സോ ആ ഒരു മോഷൻ എന്ന് പറയുന്നത് റാൻഡം ആണ്, അല്ലെങ്കിൽ സിഗ്സാഗ് മൂവ്മെന്റ് ആയിരിക്കും എന്ന് പറയാം. ആ ഒരു സിഗ്സാഗ് മോഷൻ ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ബ്രൗണിയൻ മോഷൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി അൺകൺട്രോൾഡ് മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ എ ഫ്ലൂയിഡ് ഡ്യൂ ടു ദിയർ കോൺസ്റ്റന്റ് കൊലീഷൻ വിത്ത് അതർ ഫാസ്റ്റ് മൂവിംഗ് മോളിക്യൂൾസ്. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് കൊലീഷൻ കാരണം ഉണ്ടാവുന്ന റാൻഡം അല്ലെങ്കിൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്, അതിനെയാണ് നമ്മൾ ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ കൊളോയിഡൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ്, അവര് കണ്ടിന്യൂസ്ലി മോളിക്യൂൾസ് ആയിട്ട് എന്താവുന്നുണ്ട്, അവര് ബൊമ്പാർഡ് നടക്കുന്നുണ്ട്, അതായത് കൊളീഷൻ നടക്കുന്നുണ്ട് അല്ലെ. അവര് റാൻഡം മോഷനിലാണെങ്കിൽ കണ്ടിന്യൂസ് മോഷനിലാണ്. ആ ഒരു റീസൺ കാരണം തന്നെ അവര് ഈ ഒരു കണ്ടിന്യൂസ് മോഷൻ അല്ലെങ്കിൽ ഒരു റാൻഡം മോഷൻ കാണിക്കുന്നുണ്ട്. ആ മോഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, സിഗ്സാഗ് മൂവ്മെന്റ്സ് ആയിരിക്കും എന്ന് ഓർത്തിരിക്കുക. ആ ഒരു സിഗ്സാഗ് മോഷൻ അല്ലെങ്കിൽ ഒരു റാൻഡം മോഷനെയാണ് നമ്മൾ ബ്രൗണിയൻ മോഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഒരു ഫിഗർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, അതായത് സിഗ്സാഗ് ആയിട്ട് മൂവ് ചെയ്യുക. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഫിഗർ. സോ ഇത് ബ്രൗണിയൻ മോഷൻ എന്താന്ന് ക്ലിയർ ആക്കുക, ജസ്റ്റ് എന്താന്നുള്ളത് കോൺസെപ്റ്റ് മാത്രം അറിഞ്ഞിരിക്കുക കേട്ടോ. അതിന്റെ ഇഫക്ട്സ് നോക്കുകയാണെങ്കിൽ, ഇഫക്ട്സ് ഓഫ് ബ്രൗണിയൻ മൂവ്മെന്റ് എന്താ വെച്ചാൽ, ഈ ബ്രൗണിയൻ മൂവ്മെന്റ് കോസസ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് ടു ബി ഇൻ കോൺസ്റ്റന്റ് മോഷൻ. ഈ ബ്രൗണിയൻ മൂവ്മെന്റ് എന്താ ചെയ്യുന്നത്, ഒരു കോൺസ്റ്റന്റ് മോഷനിൽ പാർട്ടിക്കിൾസിനെ ഒരു കോൺസ്റ്റന്റ് മോഷനിൽ നിർത്താൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ ദിസ് പ്രിവെന്റ്സ് ദ പാർട്ടിക്കിൾസ് ഫ്രം സെറ്റിലിംഗ് ഡൗൺ ലീഡിംഗ് ടു കൊളോയിഡൽ സോൾ സ്റ്റെബിലിറ്റി. അപ്പം ഈ ഒരു ബ്രൗണിയൻ മൂവ്മെന്റ് നമ്മളെ പാർട്ടിക്കിൾസിനെ സെറ്റിൽ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഒരു സ്റ്റിറിംഗ് ഇഫക്റ്റ് ആണ് അവിടെ ഉണ്ടാകുക. കണ്ടിന്യൂസ് സ്റ്റിറിംഗ് ആണെങ്കിൽ എന്താ സംഭവിക്കുക, അത് സെറ്റിൽ ആവോ, ഇല്ല. സോ അതുപോലെ ഈ ഒരു പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് സെറ്റിൽ ചെയ്യാൻ ഈ ഒരു ബ്രൗണിയൻ മൂവ്മെന്റ് കാരണമാണ് ആക്ച്വലി ഈ പാർട്ടിക്കിൾസ് സെറ്റിൽ ഡൗൺ ചെയ്യാത്തത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. Now we can distinguish a true solution from a colloid with the help of this motion. അതായത് ട്രൂ സൊല്യൂഷൻ ബ്രൗണിയൻ മോഷൻ കാണിക്കുന്നില്ല. സോ ഈ ഒരു ഇഫക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ബ്രൗണിയൻ മൂവ്മെന്റ് വെച്ചിട്ട് നമുക്ക് കൊളോയിഡ്സിനെയും ട്രൂ സൊല്യൂഷൻ നമുക്ക് എന്താക്കാൻ പറ്റും, സെപ്പറേറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്, പാർട്ടിക്കിൾസ് സെറ്റിൽ ചെയ്യുന്നില്ലല്ലോ കൊളോയിഡ്സിൽ, അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ബ്രൗണിയൻ മോഷൻ ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. Now ഈ ബ്രൗണിയൻ മൂവ്മെന്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളുണ്ട്, ഒന്ന് പാർട്ടിക്കിൾ സൈസിനെയും ദെൻ വിസ്കോസിറ്റി ഓഫ് ദ സൊല്യൂഷൻ. സൊല്യൂഷന്റെ വിസ്കോസിറ്റിനെയും പാർട്ടിക്കിൾ സൈസിനെയും ഈ ബ്രൗണിയൻ മൂവ്മെന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ചിന്തിച്ചാൽ തന്നെ അറിയാം, സൈസ് സ്മോളർ ആവുന്ന സമയത്ത് അതുപോലെ വിസ്കോസിറ്റി കുറവാകുന്ന സമയത്താണ് നമുക്ക് ഫാസ്റ്റർ മോഷൻ നടക്കുക എന്നുള്ളത് ഓർത്ത് വെക്കാം. Smaller the size and lesser the viscosity, faster is the motion. Clear? ഇത്രയും കാര്യങ്ങളാണ് ബ്രൗണിയൻ മോഷനെ കുറിച്ച് പറയാനുള്ളത്. ഡെഫിനിഷൻ ഒന്നും പഠിക്കേണ്ട, ജസ്റ്റ് ഇത്ര മാത്രം ഓർത്തിരിക്കുക, സിഗ്സാഗ് മൂവ്മെന്റ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. കൊളോയിഡൽ പാർട്ടിക്കിൾസ് കണ്ടിന്യൂസ് മോഷനിലാണ്, ആൻഡ് ഈ ഒരു കണ്ടിന്യൂസ് മോഷൻ അല്ലെങ്കിൽ ബ്രൗണിയൻ മോഷൻ കാരണമാണ് പാർട്ടിക്കിൾസ് കൊളോയിഡിൽ സെറ്റിൽ ചെയ്യാത്തത് എന്ന് ആലോചിച്ച് വെക്കുക. അതിന്റെ ഡിപ്പെൻഡിങ് ഫാക്ടേഴ്സ് രണ്ടെണ്ണം, സൈസും വിസ്കോസിറ്റി ഓഫ് ദ സൊല്യൂഷനും ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടിൻഡോൾ ഇഫക്റ്റ് ആണ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ടിൻഡോൾ ഇഫക്റ്റ് എന്നുള്ള ഒരു വേർഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ടിൻഡോൾ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലൈറ്റ് ഈ കൊളോയിഡിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് കൊളോയിഡൽ പാർട്ടിക്കിൾസ് തട്ടിയിട്ട് സ്കാറ്റർ ചെയ്യുക. സോ പാത്ത് ഓഫ് ദ ലൈറ്റ് അവിടെ വിസിബിൾ ആയിരിക്കും. അതാണ് ടിൻഡോൾ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഡെഫിനിഷൻ ഒന്നും പഠിക്കേണ്ട, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. സോ ലൈറ്റ് സ്കാറ്ററിംഗ് ബൈ പാർട്ടിക്കിൾസ് ഇൻ എ കൊളോയിഡ് ഓർ ഇൻ എ വെരി ഫൈൻ സസ്പെൻഷൻ. ദെൻ ഈ സ്കാറ്റേർഡ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളുണ്ട്, ഒന്ന് കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ ഡെൻസിറ്റിനെയും അതുപോലെ തന്നെ ഇൻസിഡന്റ് ലൈറ്റിന്റെ ഫ്രീക്വൻസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ സ്കാറ്റേർഡ് ലൈറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണ്, ഒന്ന് കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ ഡെൻസിറ്റി, രണ്ടാമത്തത് ഇൻസിഡന്റ് ലൈറ്റിന്റെ ഫ്രീക്വൻസി. ഈ രണ്ടെണ്ണത്തിനെയും ആര് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, സ്കാറ്റേർഡ് ലൈറ്റിന്റെ ഇന്റൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് ഓർത്തിരിക്കാം.
അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ലൈറ്റ് കൊളോയിഡിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഇത് പ്യുവർ വാട്ടർ ആണ്. അതായത് നമ്മൾ പറഞ്ഞു സൊല്യൂഷനിൽ അവിടെ എന്ത് നടക്കുന്നില്ല, സ്കാറ്ററിംഗ് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ലൈറ്റ് ബീം വിസിബിൾ അല്ല. പക്ഷെ കൊളോയിഡിലേക്ക് വരുമ്പോൾ അവിടെ ലൈറ്റ് ബീം വിസിബിൾ ആയി അല്ലേ. സോ ഒരു ലൈറ്റ് നമ്മൾ ഒരു കൊളോയിഡിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുകയാണ്, കൊളോയിഡൽ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യണില്ല, they do not allow the beam to completely pass through. എന്താ ചെയ്യുന്നത്, ഈ ഒരു ലൈറ്റ് കൊളോയിഡൽ പാർട്ടിക്കിൾസിൽ വന്ന് കൊളൈഡ് ചെയ്തിട്ട് സ്കാറ്റർ ചെയ്യും. അതായത് അതിന്റെ നോർമൽ ട്രാജക്ടറി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു. പക്ഷെ അതിൽ നിന്ന് അത് ഡീവിയേറ്റ് ചെയ്ത് സ്കാറ്റർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ആ ഒരു സ്കാറ്ററിംഗ് കാരണമാണ് എന്ത് സംഭവിക്കുന്നത്, നമുക്ക് പാത്ത് ഓഫ് ദ ലൈറ്റ് കൊളോയിഡ്സിന്റെ കേസിൽ നമുക്ക് അവിടെ വിസിബിൾ ആയിട്ട് വരുന്നത്. അതിനാണ് നമ്മൾ ടിൻടോൾ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? സോ ടിൻടോൾ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലൈറ്റ് പാർട്ടിക്കിൾസ് കൊളോയിഡൽ പാർട്ടിക്കിൾസിൽ ഒന്ന് തട്ടിയിട്ട് സ്കാറ്റർ ചെയ്യുന്നു. അതിന്റെ നോർമൽ ട്രാജക്ടറി അതായത് സ്ട്രെയിറ്റ് ലൈനിൽ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നു. ആൻഡ് ഹെൻസ് കൊളോയിഡൽ സൊല്യൂഷനിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, അവിടെ ലൈറ്റ് ബീം വിസിബിൾ ആണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ദേ എക്സിബിറ്റ് ടിൻടോൾ ഇഫക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതും കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കി വെക്കുക എന്നുള്ളതേ ഉള്ളൂ. നോക്കുക അതിന്റെ നമ്മളെ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ മിൽക്ക് എന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കൊളോയിഡ് ആണ് അല്ലെ. മിൽക്ക് എന്ന് പറയുന്നത് കൊളോയിഡ് ആണ്. സോ നമ്മൾ ഒരു ഗ്ലാസ് ഓഫ് മിൽക്ക് കൂടെ നമ്മൾ ബീം ഓഫ് ലൈറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈറ്റ് സ്കാറ്റർ ചെയ്തിട്ട് നമുക്ക് എന്ത് സംഭവിക്കും, ആ ഒരു പാത്ത് ഓഫ് ലൈറ്റ് നമുക്ക് വിസിബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫോഗി എൻവയോൺമെന്റിലേക്ക് നമ്മൾ ലൈറ്റ് വരികയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുക, പാത്ത് ഓഫ് ദ ലൈറ്റ് വിസിബിൾ ആയിരിക്കും അല്ലെ. നമ്മൾ ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ സൺലൈറ്റ് നമ്മൾ വരുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും, ഈ നമ്മൾ അധികം മഞ്ഞൊന്നുമില്ല പക്ഷെ കുറച്ചൊരു ഫോഗി എൻവയോൺമെന്റ് ആണെങ്കിൽ ഈ കോടയൊക്കെ ഉള്ള ആ ഒരു ടൈമിലാണെങ്കിൽ നമ്മൾ ആ സൂര്യ വെളിച്ചം വരുമ്പോൾ പ്രത്യേക ഭംഗിയാണ് അത് കാണാനും അല്ലെ. അപ്പൊ ആ ഒരു പാത്ത് ഓഫ് ലൈറ്റ് എന്താണ്, അവിടെ വിസിബിൾ ആവും. അതിന്റെ ഒരു എക്സാമ്പിൾ എന്താണ്, ഈ ഒരു ടിൻടോൾ ഇഫക്റ്റ് എക്സിബിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. നമുക്കറിയാം ഫോഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് കൊളോയിഡ് ആണ്. സോ എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. കണ്ടീഷൻസ് ഉണ്ട്, രണ്ട് കണ്ടീഷൻസ് ആണ്. ഒന്ന്, ഈ ടിൻടോൾ ഇഫക്റ്റ് നടക്കണമെങ്കിൽ diameter of the dispersed particle should be smaller than the wavelength of the light used. അപ്പോൾ നമുക്കറിയാം ഈ സ്കാറ്ററിംഗ്, നമ്മൾ സ്കാറ്ററിംഗ് ഒക്കെ ലൈറ്റ് എന്ന ചാപ്റ്ററിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ലൈറ്റിന്റെ വേവ് ലെങ്ത് ഉണ്ടല്ലോ പാർട്ടിക്കിൾ സൈസുമായിട്ട് കമ്പയറബിൾ ആയിരിക്കണം. നമുക്കറിയാം ലൈറ്റ് സ്കാറ്ററിങ്ങിനൊക്കെ വേവ് ലെങ്ത് എന്താണ്, ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ള ഒരു ഫാക്ടറാണ് നമുക്കറിയാൻ പറ്റും. ഓരോ ലൈറ്റിനും ഓരോരോ വേവ് ലെങ്ത് ആണ്. സോ വേവ് ലെങ്ത് അനുസരിച്ചിട്ടാണ് സ്കാറ്ററിംഗ് നടക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്ലൂ ലൈറ്റ് എടുക്കുകയാണെങ്കിൽ ബ്ലൂ ലൈറ്റിനാണ് അവിടെ വേവ് ലെങ്ത് കുറവ് അല്ലെ. വേവ് ലെങ്ത് ബ്ലൂ ലൈറ്റിന് എന്താണ്, കുറവാണ്, വേവ് ലെങ്ത് കുറവാണ്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ സ്കാറ്റർ ചെയ്യും അല്ലെ. സ്കാറ്ററിംഗ് അവിടെ കൂടുതലായിരിക്കും ബ്ലൂ ലൈറ്റിന്റെ കേസിൽ. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ലൈറ്റിന്റെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഫിസിക്സിൽ. റെഡിന് എന്ന് പറയുമ്പോൾ അവിടെ വേവ് ലെങ്ത് എന്താണ്, വളരെ കൂടുതലാണ്. സോ സ്കാറ്ററിംഗ് എന്തായിരിക്കും, അവിടെ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത് അവിടെ കുറവായിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കാം. സോ അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടിൻടോൾ ഇഫക്റ്റ് ഒബ്സർവ് ചെയ്യണമെങ്കിൽ ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി സ്മോളർ ദാൻ ദി വേവ് ലെങ്ത് ഓഫ് ദി ലൈറ്റ് യൂസ്ഡ് ആണ്. അതായത് ലൈറ്റിന്റെ വേവ് ലെങ്തിനെക്കാളും കുറവായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, അതായത് ലൈറ്റിന്റെ വേവ് ലെങ്തുമായിട്ട് ഈ ഒരു ഡയമീറ്റർ ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസിന്റെ ഡയമീറ്റർ എന്തായിരിക്കണം, കമ്പയറബിൾ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ വരുന്നത് എന്താണ്, the refractive indices of dispersion medium and the dispersed phase must vary in magnitude to a large scale. Refractive indices, dispersion mediumത്തിന്റെയും dispersed phase-ന്റെയും refractive indices എന്ന് പറയുന്നത് എന്തായിരിക്കണം, അവര് greatly different ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഒരു ടിൻടോൾ ഇഫക്റ്റ് ഒബ്സർവ് ചെയ്യണമെങ്കിലുള്ള കണ്ടീഷൻ ആണ് ഈ രണ്ട് കണ്ടീഷൻ, അതും ഓർത്തിരിക്കാം. സോ നമ്മൾ ഇവിടെ എന്തൊക്കെ പഠിച്ചു, ബ്രൗണിയൻ മോഷൻ പഠിച്ചു, ദെൻ ടിൻടോൾ ഇഫക്റ്റും പഠിച്ചു. രണ്ടും കൺസെപ്റ്റ് മനസ്സിലാക്കുക, അതുപോലെ ആ കണ്ടീഷൻസും ഓർത്തിരിക്കുക. പിന്നെ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ബ്രൗണിയൻ മോഷന്റെ കേസിൽ പറഞ്ഞിരുന്നു, അതും ഓർത്തിരിക്കുക. ജസ്റ്റ് കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ബൈ ഹാർട്ട് സ്റ്റഡി ഒരിക്കലും നിങ്ങൾ ഒരു കേട്ടിട്ട് എക്സാം അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ചെയ്യേണ്ടതില്ല. ഇനി നമ്മൾ നോക്കുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡൽ സൊല്യൂഷൻ ആണ്. നമ്മൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് പോയിന്റ് വൈസ് എഴുതിയേ ഉള്ളൂ. ഫസ്റ്റ് എന്നത് ഹെട്രോജീനിയസ് മിക്സ്ചർ ആണ് കൊളോയിഡൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. Then it is intermediate between true solution and suspension. Heterogeneous mixture ആണ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൊല്യൂഷന്റെയും സസ്പെൻഷന്റെയും ഇടയിലുള്ള ഒരു സ്റ്റേറ്റ് ആണ്, ദാറ്റ് ഈസ് ഇന്റർമീഡിയറ്റ് ആണ് നമ്മൾ പറഞ്ഞു. പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് 1-ന്റെയും 1000 നാനോമീറ്ററിന്റെയും ഇടയിലായിരിക്കും. അവർ സെറ്റിൽ ചെയ്യുന്നില്ല നമ്മൾ പറഞ്ഞു അല്ലെ. പാർട്ടിക്കിൾസ് എന്താവുന്നില്ല, സെറ്റിൽ ചെയ്യുന്നില്ല. അതിന്റെ കാരണം എന്താണ്, ബ്രൗണിയൻ മോഷൻ ആണ്. They exhibit Brownian motion. Then Tyndall effect exhibit ചെയ്യുന്നുണ്ട്. They cannot be separated by filtration. Filtration ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല.
Now, the color of the colloidal solution, it depends on the wavelength of the light scattered by the dispersed particles. അതായത് കൊളോയിഡൽ സൊല്യൂഷന്റെ കളർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്? ഏത് ലൈറ്റ് ആണോ സ്കാറ്റർ ചെയ്യുന്നത് അല്ലെ, സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. സോ ഡിസ്പേഴ്സ്ഡ് പാർട്ടിക്കിൾസ് സ്കാറ്റർ ചെയ്യുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത് അനുസരിച്ചായിരിക്കും കൊളോയിഡൽ സൊല്യൂഷന്റെ കളർ എന്ന് പറയുന്നത്. അതും ഒന്ന് ഓർത്തിരിക്കുക. കൊളോയിഡൽ പാർട്ടിക്കിൾസിന് ഇലക്ട്രിക് ചാർജ് ഉള്ളതായിരിക്കും, എപ്പോഴും ചാർജ് ഉള്ളവരായിരിക്കും കൊളോയിഡൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അത് പോസിറ്റീവ് ചാർജും ആവാം, നെഗറ്റീവ് ചാർജും ആവാം. സോ ഇത്രയാണ് കൊളോയിഡൽ സൊല്യൂഷൻ അല്ലെങ്കിൽ കൊളോയിഡ്സിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ പോയിന്റ്സ് ആക്കി എഴുതിയേ ഉള്ളൂ. ഇനി നമുക്ക് ജസ്റ്റ് ഒരു വളരെ സ്മോൾ ആയിട്ട് ഒരു കാര്യം പഠിക്കാനുള്ളത്, നമ്മളെ കെമിക്കൽ സബ്സ്റ്റൻസസ് യൂസ്ഡ് ഇൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് ടു മേക്ക് ദം അട്രാക്റ്റീവ്. സോഫ്റ്റ് ഡ്രിങ്ക്സിൽ നമ്മൾ ഏതൊക്കെ കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ് യൂസ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ട്? അവരെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ സബ്സ്റ്റൻസസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ജസ്റ്റ് ഒന്ന് ഈ ഒരു ടേബിൾ ഒന്ന് ഓർത്തിരുന്നാൽ മതിയാവും. സോ ഫസ്റ്റ് കെമിക്കൽ സബ്സ്റ്റൻസ് ടാർട്രാസിൻ ആണ്. ടാർട്രാസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഫുഡ് മെറ്റീരിയലിൽ ആഡ് ചെയ്യുന്നത്, അതായത് ജ്യൂസ് ഓഫ് ഫുഡ് മെറ്റീരിയൽ ടു വിച്ച് ഇറ്റ് ഇസ് ആഡഡ്. ഫുഡ് മെറ്റീരിയലിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. അതൊരു കളറിംഗ് ഏജന്റ് ആണ്. ആക്ച്വലി യെല്ലോ കളർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, യെല്ലോ കളറാണ്, കളറിംഗ് ഏജന്റ് ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ എരിത്രോസിൻ. എരിത്രോസിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് മെറ്റീരിയലിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും കളറിംഗ് ഏജന്റ് ആണ്. റെഡ് കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എരിത്രോസൈൻ ആഡ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് വാനിലിൻ ആണ്. വാനിലിൻ എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് എൻഹാൻസർ ആണ്, ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതാണ് വാനിലിൻ. ദെൻ ഫോസ്ഫോറിക് ആസിഡ് സോഫ്റ്റ് ഡ്രിങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കും. ഒരു സോർ ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോസ്ഫോറിക് ആസിഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ദെൻ എലൈൽ ഹെക്സാനേറ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, അത് ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ടൊക്കെയാണ്. നമ്മൾ പൈനാപ്പിളിന്റെ ആണെന്ന് തോന്നുന്നു, ഫ്രാഗ്രൻസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി. ഈ ടാർട്രാസിൻ എന്ന് പറയുന്നത് യെല്ലോ കളർ കളറിംഗ് ഏജന്റ് ആണ്, എരിത്രോസിൻ കളറിംഗ് ഏജന്റ് ആണ്, വാനിലിൻ എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് എൻഹാൻസർ ആണ്, ഫോസ്ഫോറിക് ആസിഡ് സോർ ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടി സോഫ്റ്റ് ഡ്രിങ്കിലൊക്കെ ആഡ് ചെയ്യുന്നതാണ്. എലൈൽ ഹെക്സോനേറ്റ് എന്ന് പറയുമ്പോൾ ഫ്രാഗ്രൻസിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, അത്രയേ ഉള്ളൂ. ഇനി അതുപോലെ സ്റ്റെബിലൈസർ എന്താണെന്നും കൂടെ അറിഞ്ഞിരിക്കുക. സ്റ്റെബിലൈസർ എന്ന് പറയുന്നത് നമ്മൾ സോഫ്റ്റ് ഡ്രിങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്? ആ സോഫ്റ്റ് ഡ്രിങ്ക്സിലെ പാർട്ടിക്കിൾസിനെ സെറ്റിൽമെന്റിൽ നിന്നും പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് സ്റ്റെബിലൈസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഫ്രൂട്ട് ജ്യൂസസ് അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾ പറഞ്ഞു കൊളോയിഡൽ സൊല്യൂഷന്റെ എക്സാമ്പിൾ ആണ്. ഈ സ്റ്റെബിലൈസർ ആഡ് ചെയ്തിട്ടാണ് ഇവർ നമ്മൾ കൊളോയിഡ്സ് ആക്കിയിട്ട് മാറ്റുന്നത്. കാരണം പാർട്ടിക്കിൾസ് സെറ്റിൽ ചെയ്യാണ്ട് റെസ്റ്റ്ലെസ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റെബിലൈസർ നമ്മൾ ആഡ് ചെയ്യും. അതാണ് സെറ്റിൽമെന്റിന് പ്രിവെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് സ്റ്റെബിലൈസർ എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾസ് ഉണ്ട്: ബ്രോമിനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ, സുക്രോസ് എസിറ്റേറ്റ് ഐസോബ്യൂട്രേറ്റ്, ഗ്ലിസറൈൽ എസ്റ്റർ ഓഫ് റോസിൻ. ജസ്റ്റ് എക്സാമ്പിൾസ് ഒന്ന് ഓർത്തിരിക്കുക. സ്റ്റെബിലൈസർ എന്താണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇത് നിങ്ങളുടെ സിലബസിൽ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോവാം. ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ചോദിച്ചു കാണാറുള്ളത് ആ ക്ലാസിഫിക്കേഷൻ ആണ് കൊളോയിഡ്സിന്റെ. ക്ലിയർ? അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ചത്? നമ്മൾ വളരെ ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു. നമ്മൾ ഫസ്റ്റ് തന്നെ കൊളോയിഡ്സ് ആണ് ചാപ്റ്ററിന്റെ പേര്. കൊളോയിഡ്സിന്റെ ഡെഫിനിഷൻ നമ്മൾ കണ്ടു അല്ലെ, കൊളോയിഡ്സ് എന്താന്നൊക്കെ നമ്മൾ നോക്കി. അതിനുശേഷം നമ്മൾ ടൈപ്പ് ഓഫ് കൊളോയിഡ്സിലേക്ക് വന്നു. പിന്നെ നമ്മൾ സൊല്യൂഷൻ, സസ്പെൻഷൻ, അതുപോലെ കൊളോയിഡ്സ് മൂന്നും തമ്മിലൊരു കമ്പയർ ചെയ്തു. ടൈപ്പ് ഓഫ് കൊളോയിഡ്സിലേക്ക് വന്നപ്പോൾ 3 രീതിയിൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. അതായത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫിസിക്കൽ സ്റ്റേറ്റ്, ദ നേച്ചർ ഓഫ് ഇന്ററാക്ഷൻ, ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. അങ്ങനെ 3 രീതിയിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ ഫസ്റ്റ് ഫിസിക്കൽ സ്റ്റേറ്റിന്റെ ബേസിസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തു. അതിൽ നമ്മൾ എയറോസോള്, എമൽഷൻ, സോളിഡ് സോള്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു ടേബിൾ അങ്ങനെ പഠിക്കുക, എക്സാമ്പിൾസും ഓർത്തിരിക്കുക, കേട്ടിട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് ആയിട്ട് വന്നത് ഇന്ററാക്ഷന്റെ ബേസിസിലായിരുന്നു. നമ്മൾ ലയോഫിലിക് കൊളോയിഡ്സും ലയോഫോബിക് കൊളോയിഡ്സും നമ്മൾ പറഞ്ഞു. ലയോഫിലിക് എന്ന് പറയുമ്പോൾ സോൾവെന്റ് ലവിംഗ് ആണെന്നുള്ളതും ലയോഫോബിക് എന്ന് പറയുമ്പോൾ സോൾവെന്റ് ഹേറ്റിംഗ് ആണെന്നുള്ളതും ഓർത്തിരിക്കാം. അതിന്റെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസും കാര്യങ്ങളും എക്സാമ്പിൾസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. ദെൻ അതിനുശേഷം നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? നമ്മൾ ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഡിസ്പേഴ്സ്ഡ് ഫേസ്, അത് വെച്ചിട്ട് നമ്മൾ മൾട്ടി മോളിക്യുലർ, മാക്രോ മോളിക്യുലർ ആൻഡ് അസോസിയേറ്റഡ് കൊളോയിഡ്സ് പറഞ്ഞു. 3 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾസ് വെച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മൾ പിന്നെ പ്രോപ്പർട്ടീസിലേക്കാണ് വന്നത്. ബ്രൗണിയൻ മൂവ്മെന്റ് എന്താന്ന് പഠിച്ചു, അതിന്റെ എഫക്ട്സ്, അതുപോലെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒക്കെ പറഞ്ഞു. ജസ്റ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ സിഗ്സാഗ് മോഷൻ ആണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ദെൻ അതിനുശേഷം നമ്മൾ ടിൻടോൾ ഇഫക്റ്റിലേക്ക് വന്നു, വിച്ച് ഈസ് അഗെയിൻ ഇമ്പോർട്ടന്റ്. ടിൻടോൾ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ലൈറ്റ് വന്ന് കൊളോയിഡൽ പാർട്ടിക്കിൾസിൽ തട്ടുമ്പോൾ അത് അതിന്റെ നോർമൽ ട്രാജക്ടറിയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ സ്കാറ്റർ ചെയ്ത് പോവുക എന്നുള്ളതാണ്. അതിന് 2 കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും ഓർത്തിരിക്കുക.
പിന്നെ നമ്മൾ ലാസ്റ്റ് നമ്മൾ പഠിച്ച കൊളോയിഡൽ സൊല്യൂഷന്റെ പ്രോപ്പർട്ടീസ് മൊത്തം നമ്മൾ പോയിന്റ് ആക്കി എഴുതി നമ്മൾ ഒന്നും കൂടെ അത് സമ്മറി പോലെ എഴുതി പഠിച്ചു. ദെൻ ലാസ്റ്റ് നമ്മൾ പഠിച്ചതാണ് സോഫ്റ്റ് ഡ്രിങ്ക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസസ് അതുപോലെ സ്റ്റെബിലൈസർ ഒക്കെ എന്താണെന്നുള്ളത് നമ്മളൊന്ന് ജസ്റ്റ് നോക്കി. സോ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്, സ്കിപ്പ് ചെയ്യരുത്. ഈ ചാപ്റ്റർ ഒക്കെ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. ഒരു ദിവസം വേണ്ട ശരിക്കും നമ്മൾ നന്നായിട്ട് പഠിക്കാനിരിക്കുവാണെങ്കിൽ. അപ്പൊ നന്നായിട്ട് പഠിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കെമിസ്ട്രിയുടെ 6ാമത്തെ ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ടോട്ടൽ 14 ചാപ്റ്റർ ആണ് കെമിസ്ട്രിയിൽ ഉള്ളത്. അതിൽ നമ്മളിപ്പോൾ 5 എണ്ണം കഴിഞ്ഞു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ 6ാമത്തെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാം. സോ അതുവരെയുള്ളതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് പഠിക്കുക. ഫിസിക്സ് വിട്ടു പോകരുത്, ഫിസിക്സും കൂടെ റിവൈസ് ചെയ്യണം. നിങ്ങളുടേതായ ഷോർട്ട് നോട്ട്സ് എഴുതുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ താങ്ക് യു.